ഒരു സ്പോയിലർ അല്ലേ ആ കേട്ടത്? ജോർജ് കുട്ടി നാലാമത് വരുമോ? ഗണേഷ് കുമാറിന്റെ വെളിപ്പെടുത്തലിൽ ചർച്ച. ആരാധകർ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രമാണ് ദൃശ്യം 3. മലയാള സിനിമയുടെ ഗതിമാറ്റിയ ആദ്യ ഭാഗത്തിനും വലിയ വിജയമായ രണ്ടാം ഭാഗത്തിനും ശേഷം വരുന്ന മൂന്നാം ഭാഗത്തിനായി സിനിമാ ലോകം കാത്തിരിക്കുകയാണ്. ഏപ്രിൽ 2-നാണ് ദൃശ്യം 3യുടെ റിലീസ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇത്തവണ എന്ത് വെല്ലുവിളിയാണ് ജോർജ് കുട്ടിക്ക് നേരിടേണ്ടി വരിക എന്നറിയാനുള്ള ആകാംക്ഷയിലാണ് ആരാധകർ. അതേസമയം മൂന്നാം ഭാഗത്തോടെ ദൃശ്യം പരമ്പര അവസാനിക്കുമെന്ന സൂചന നേരത്തെ സംവിധായകൻ ജിത്തു ജോസഫ് നൽകിയിരുന്നു. നിർത്തിക്കൂടെ എന്ന് തന്നോട് പലരും ചോദിച്ചതായി ജിത്തു തമാശയായി പറയുകയും ചെയ്തിരുന്നു. ഇതിനിടെ ഇപ്പോഴിതാ ദൃശ്യം 3യെക്കുറിച്ചും നാലാം ഭാഗത്തെക്കുറിച്ചുമുള്ള മന്ത്രിയും നടനുമായ ഗണേഷ് കുമാർ പറഞ്ഞ വാക്കുകൾ വൈറലാവുകയാണ്. ദൃശ്യം പരമ്പരയിലെ നിർണായക കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന നടനാണ് ഗണേഷ് കുമാർ. ഒരഭിമുഖത്തിൽ മൂന്നാം ഭാഗത്തെക്കുറിച്ചുള്ള ചോദ്യത്തിന് ഗണേഷ് കുമാർ നൽകിയ മറുപടിയാണ് വൈറലാകുന്നത്. ദൃശ്യം 3-ലെങ്കിലും ജോർജ് കുട്ടിയെ പിടിക്കുമോ എന്നായിരുന്നു അവതാരകന്റെ ചോദ്യം. അത് ജിത്തു ജോസഫിന് മാത്രം അറിയുന്ന ഒരു രഹസ്യമാണ്. ജോർജ് കുട്ടിയെ പിടിച്ചാൽ പിന്നെ ദൃശ്യം 4 ഉണ്ടോ എന്നായിരുന്നു ഗണേഷ് കുമാറിന്റെ മറുപടി. ഇതോടെ ദൃശ്യം 4 ഉണ്ടോ എന്നായി അവതാരകൻ. പിന്നാലെ ദൃശ്യം 4 ഉണ്ടെന്ന് ഗണേഷ് കുമാർ തുറന്നു പറയുകയായിരുന്നു. ജിത്തുവിന്റെ സിനിമയിൽ അഭിനയിക്കാൻ ചെല്ലുമ്പോൾ അഭിനയിക്കേണ്ട ഭാഗം മാത്രമേ പറഞ്ഞു തരൂ. അതിനു മുമ്പും ശേഷവുമുള്ളത് പറഞ്ഞു തരില്ല. ഡബ് ചെയ്യാൻ പോകുമ്പോഴും അത് മാത്രമേ കാണിക്കുകയുള്ളൂ എന്നും ഗണേഷ് കുമാർ പറയുന്നുണ്ട്. ഇതോടെ ദൃശ്യം 3യിൽ ജോർജ് കുട്ടി പിടിക്കപ്പെടില്ലെന്നും ദൃശ്യം 4ലേക്കും കഥ തുടരുമെന്നാണ് സോഷ്യൽ മീഡിയ വിലയിരുത്തുന്നത്. ഗണേഷ് കുമാറിന്റെ തുറന്നു പറച്ചിൽ അനുചിതമായി പോയി എന്നാണ് ചിലർ പറയുന്നത്. എന്നാൽ ചിലർ പറയുന്നത് ഗണേഷ് കുമാർ പറയുന്നതിൽ വാസ്തവം ഉണ്ടാകില്ല എന്നാണ്. ദൃശ്യത്തിന്റെ കഥയെക്കുറിച്ചും തുടർച്ചയെക്കുറിച്ചും ജിത്തുവിന് മാത്രമേ ധാരണയുണ്ടാവൂ എന്നാണ് ആരാധകർ പറയുന്നത്.